പ്രിയ ദൈവപൈതലേ, ഈ സെപ്റ്റംബർ മാസം നിൻ്റെ വാഗ്ദത്തത്തിൻ്റെ നിറവേറുന്ന സമയമാണ്. ഹല്ലേലൂയ. മുഴക്കം കേട്ടുവെങ്കിൽ കൈപ്പത്തി കാണും, കൈപ്പത്തി കണ്ടുവെങ്കിൽ ഇടിമുഴക്കം വരും നിശ്ചയമേ. നീ ഒരുങ്ങിക്കൊള്ളുക, നീ ഓടിക്കൊള്ളുക. പെരുമഴ വരുന്നതിന് മുമ്പേ നീ ഓടിക്കൊള്ളുക. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 26 18 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രൊക്ലെയിം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇന്ന് രാവിലെ ഇംഗ്ലീഷ് ബൈബിളിൽ അത് വായിച്ചപ്പോഴേ വളരെ എൻ്റെ ഇംഗ്ലീഷ് വലിയ ഗ്രേറ്റ് ആയിട്ടൊന്നും ആകുന്നില്ല, എങ്കിലും കർത്താവ് തന്ന കൃപയിൽ വായിക്കുന്നു. ടു ഓപ്പൺ ദെയർ ഐസ് ഇൻ ഓർഡർ ടു ടേൺ ദം ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ് ആൻഡ് ഫ്രം ദ പവേഴ്സ് ഓഫ് സൈറ്റാൻ ഓർ ടു ഗോഡ് ആൻഡ് ദേ മേ റിസീവ് ഫോർഗിവ്നെസ് ഓഫ് സിൻസ് ആൻഡ് ഇൻഹെറിറ്റൻസ് എമൗങ് those who are sanctified by faith in me. Hallelujah. ഇത് ഇന്ന് പലരോടുള്ള വാഗ്ദത്തമാണ്. നിന്നെ ഏത് ദേശത്താക്കിയിരിക്കുന്നു ആ ദേശത്തിൻ്റെ വെളിച്ചമാണ് നീ. അത് നിൻ്റെ ഭർത്താവിൻ്റെ ആയിരിക്കാം, കുഞ്ഞുങ്ങളുടെ ആയിരിക്കാം, തലമുറകളുടെ ഏത് വിഷയവുമായിക്കട്ടെ, കർത്താവ് ഒരു വാഗ്ദത്തം തന്നുവെങ്കിൽ പ്രിയ ദൈവ പൈതലേ, ഷിബ സിസ്റ്റർ, അനു, ജേസി, പ്രീമ, അമ്മയും കുഞ്ഞുമോൾ, അച്ചാമ്മ, ലിസി, മേഴ്സി, ചിന്നു, റീമ, കുഞ്ഞുമോൾ, ഹല്ലേലൂയ, ഓമന, അമ്മേ, ഹല്ലേലൂയ, എല്ലാവരോടും പറയാണ്. എല്ലാവരും, അലീസ്, ബിന്ദു, ബ്ലേസി, മേഴ്സി, ആഷ്ലി, കൃപ, സിനു, മിനി, സിനി, ഹല്ലേലൂയ, എല്ലാവരോടും പറയണം. റോസി, അമ്മേ, ജസിക, അമ്മേ, പ്രേമ, ഹല്ലേലൂയ, എല്ലാവരോടും പറയണം. റെമി, റീന, ആമേ, ജിനു, ജിനി, കൃപ, ലീന, ഓരോരുത്തരോടും പറയണം. നെവർ ഗിവ് അപ്പ് സഹോദരിമാരെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാഗ്ദത്തം വിലയേറിയതാണ്. അപ്പോസ്തലപ്രവൃത്തി 26 ഈ വാക്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ. വീണ്ടും നിങ്ങളിത് വായിക്കുക. ആമേ. അതിൻ്റെ 17 വാക്യം മുതൽ വായിക്കുന്നു. നിനക്ക് പ്രത്യക്ഷനായി ജനത്തിൻ്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന്, അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദ്യ ദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. ഹല്ലേലൂയ. നോക്കിക്കേ 19 വാക്യം. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ ഇതുപോലൊരു ബോൾഡ്നെസ് ഇമ്പാർട്ട് ചെയ്യണം നിങ്ങളുടെ മേലെ. ഹല്ലേലൂയ. നോ വൺ ക്യാൻ സ്റ്റോപ്പ്. ഇത് ദൈവത്തിൻ്റെ രാജ്യമാണ്. ആമേ. അവൻ ദുഷ്ടൻ കൈയടക്കി വെച്ചിരിക്കുന്നതാണ്, പക്ഷേ നമ്മളാണ് അവകാശികൾ. ഹാഗറല്ല അവകാശി, യെരൂശലേം പുത്രി നീയാണ് അവകാശി. ഹാലേ. ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ഇന്ന് പകൽക്കാലത്തിൽ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേടിലിരിക്കുന്ന സകല പിന്മാറ്റക്കാരെ വി കമാൻഡ് ടു കം ഔട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആ അനുസരണക്കേടിനെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. ആ പിന്മാറ്റത്തെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. ആ മുടന്തിനെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. ആ വൈകാര്യത്തെ, വാശിയെ ദൈവം സൗഖ്യമാക്കുകയാണ്. അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസ്, യെരുശലേം, യഹൂദ്യ ഉള്ളവരോടും ദൈവത്തിൻ്റെ വചനമാണ്. ജാതികളോടും എന്ത് പറയാനാണ്? മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുവാനായിട്ട്. ഈ ദിവസങ്ങളിൽ മാനസാന്തരത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഘോഷം, അത് മാനസാന്തരം ആമേ ഓരോ വ്യക്തിയിൽ നമ്മൾ ക്രിസ്തുവിലാകുമ്പോൾ ആമേ ജനിക്കുന്നത് മരിക്കുവാൻ വേണ്ടിയിട്ടാണെങ്കിൽ ക്രിസ്തുവിൽ ജനിക്കുന്ന ഓരോരുത്തരും മരിക്കുവാനായി ജനിക്കുക. ഹല്ലേലൂയ. ഇനി സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ഇപ്രകാരം ചിന്തിക്കണം: ഞാൻ ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നു. ഞാൻ ഇനി ജീവിക്കുന്നത് ആമേ ഈ ലോകത്തിൽ മരിക്കുവാൻ വേണ്ടിയിട്ടാണ്. എനിക്കൊരു ഉയർപ്പുണ്ട്, എനിക്കൊരു നിത്യജീവനുണ്ട്. ഞാൻ തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യുമെന്ന് ആമേ പ്രസംഗിക്കത്തക്ക രീതിയിൽ എഫെസ്യ ലേഖനം 3 പ്രകാരം നിങ്ങൾ എഴുന്നേൽക്കുക. ഹല്ലേലൂയ. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവ് അനുകൂലമെങ്കിൽ പ്രതികൂലമാർദേ മക്കളെ. എഫെസ്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 3 എല്ലാവരും ബൈഹാർട്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. 3 വാക്യം മുതൽ വായിക്കുന്നു. ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. എല്ലാ ജനത്തെയും ആമേൻ, നിങ്ങളായിരിക്കുന്ന ദേശത്തിൽ സകല ജനങ്ങളും മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാനിടയായിട്ട് നരകത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഈ ജനം മുഴുവനും കർത്താവിനെ അറിയും. വൾഗറിലും മ്ലേച്ഛതയിലും ദൈവഹിതമല്ലാത്ത ബന്ധനത്തിലും സാത്താന്യ സൈന്യത്തിൻ്റെ അടിമത്തത്തിലിരിക്കുന്ന
ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ജനം വിടുവിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണമെന്നുള്ളത് തന്നെ. ആ സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. നോക്കിക്കേ, എങ്ങനെയാണ് ശുശ്രൂഷക്കാരനായി തീർന്നത്? ആ സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യാപാരപ്രകാരമാണ് എനിക്ക് ലഭിച്ചത്. അങ്ങനെ സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായി എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും. നമ്മൾ എന്തുവാ പ്രസംഗിക്കുന്നത്? ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനമാണോ പ്രസംഗിക്കുന്നത്? ആമേ, സകലവും സൃഷ്ടിച്ച് ദൈവത്തിൻ്റെ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി. ദൈവമക്കളെ, ദൈവത്തിൻ്റെ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന ഈ മർമ്മത്തിൻ്റെ വ്യവസ്ഥയെ എല്ലാവരോടും പ്രകാശിപ്പാനാണ് ഈ കൃപ നമുക്ക് നൽകിയിരിക്കുന്നത്. അല്ലാതെ അപ്പോൾ സ്തോത്രം സ്തോത്രം. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു. പ്രിയ ദൈവപൈതലേ, ഇന്ന് അധികാരം കൊടുത്തിരിക്കുന്നത് സഭയ്ക്കാണ്. ഹല്ലേലൂയ. പിശാചിനല്ല അധികാരം കൊടുത്തിരിക്കുന്നത്, ദൈവമക്കൾക്കാണ്. ദൈവമക്കൾ ആ അവകാശത്തെ യൂട്ടിലൈസ് ചെയ്യണം. ഉടഞ്ഞു മടങ്ങി ഞാൻ പുഴുവാ, ഞാൻ അട്ടയാണെന്ന് പറഞ്ഞിരിക്കാനല്ല. എഴുന്നേൽക്കുക, അവനിൽ ആശ്രയിക്കുക. അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. ദൈവമക്കളെ, ഏത് സമയത്തും കൃപാസനത്തിലേക്ക് കയറി വരുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ക്രിസ്തു യേശുവിലൂടെ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകിയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത്. ഒരു പൈതൽ ആമേം ഒരു ഗോതമ്പ് മണി മണ്ണിൽ വീഴുമ്പോൾ അതിലൂടെ അനേക പേർക്ക് ജീവൻ നീ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നീ എഴുന്നേൽക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ ആമേൻ, നിങ്ങളകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. എന്തിനു വേണ്ടിയിട്ട്? ക്രിസ്തു വിശ്വാസത്താൽ. എന്ത് വിശ്വാസത്താൽ? അല്ലാതെ ലോകത്തിലെയോ കുഞ്ഞുങ്ങളുടെയോ ഹസ്ബൻഡിൻ്റെയോ ഭൗതികമായ വിശ്വാസത്താലല്ല, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും. അപ്പോൾ ക്രിസ്തു വിശ്വാസത്താലാണ് ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസം ഇന്ന് വർദ്ധിക്കട്ടെ, വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും. എത്ര പേർക്ക് കർത്താവിൻ്റെ ഈ ആത്മീയമായ ആ വീതിയും നീളവും ആഴത്തെക്കുറിച്ചും ഉയരത്തെക്കുറിച്ചും ഗ്രഹിക്കാൻ കഴിവുണ്ട്. അത് ഗ്രഹിക്കണമെങ്കിൽ ക്രിസ്തു വിശ്വാസത്തിലേക്ക് നിങ്ങൾ ഉറയ്ക്കണം. ഈ ആത്മാവിൻ്റെ മർമ്മം നിങ്ങൾ ഗ്രഹിക്കണം. അത് ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തു സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മളുടെ മക്കളെ, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറയോളം മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഈ വിശ്വാസം നിങ്ങളുടെ മേലും വ്യാപരിക്കട്ടെ. നാം ഒരുമിച്ച് സഭ പണിയപ്പെടും, പാതാള ഗോപുരം ജയിക്കൽ. ഹല്ലേലൂയ. ഓരോരുത്തരും എഴുന്നേറ്റാട്ടെ. നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ എഴുന്നേറ്റാട്ടെ. മറ്റുള്ളവരെ നോക്കണ്ട. അമ്പലങ്ങളെ നോക്കണ്ട. മറ്റുള്ളതിനെ നോക്കണ്ട. ചതഞ്ഞതിനെ നോക്കണ്ട. ഓടിക്കാത്തവൻ, ചതഞ്ഞ ഓടിക്കാത്തവൻ, പോയിന്ന തിരികെ എടുത്തിടാത്തവൻ, നമ്മൾ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും മരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഇടയിലും ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസിനിയാവുന്നു കർത്താവിൽ. ദൈവത്തിൽ നമ്മൾ സൗരഭ്യവാസിനിയാവുന്നു ക്രിസ്തുവിൽ. ദൈവത്തിൻ്റെ സൗരഭ്യവാസിനിയാവുന്നു ക്രിസ്തുവിൽ. ഹല്ലേലൂയ. നെവർ ഗീവ് അപ്പ്. ഹാഡ് എ ബ്ലെസ്ഡ് മന്ത് ഓഫ് സെപ്റ്റംബർ. റൈസ് ആൻഡ് ഷൈൻ. ബ്യൂട്ടി ഫ്രം ആഷസ്. വെരി സൂൺ ആ മെസ്സേജുമായി വരുന്നത് രാവിലെ തൊട്ട് കർത്താവ് കേൾപ്പിച്ച ഒരു വാക്യമാണ് ബ്യൂട്ടി ഫ്രം ആഷസ്. ഗോഡ് ബ്ലെസ് യു.